അബ്രഹാം ഓസ്ലർ ബൈ മിഥുൻ മാനുവൽ തോമസ്. റിട്ടൺ ബൈ ഡോക്ടർ രൺധീർ കൃഷ്ണൻ. ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണ്. അതെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പേര് അബ്രഹാം ഓസ്ലർ എന്തുകൊണ്ടെന്നുള്ള എക്സ്പ്ലനേഷൻ. ഓസ്ലർ അത് നമ്മുടെ മിഥുൻ മാനുവൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. വില്യം ഓസ്ലർ എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്നറിയപ്പെടുന്ന ആളാണ്. സോ നമ്മുടെ അബ്രഹാം ഓസ്ലറിന്റെ ഫാദർ മകൻ ഒരു ഡോക്ടറാവുമെന്ന് പ്രതീക്ഷിച്ച് ഓസ്ലർ എന്ന് പേരിടുന്നു. പക്ഷെ ആള് എന്തോ കാരണം കൊണ്ട് പോലീസായി പോയി. സോ അതുകൊണ്ടാണ് അബ്രഹാം ഓസ്ലർ എന്ന പേര് വന്നത്. സോ മിഥുൻ മാനുവലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ പണ്ടത്തെ മൂവീസ് അഞ്ചാം പാതിര, ആട്, ഫീനിക്സ്, പിന്നെ അതുപോലെ തന്നെ അലമാര, പണ്ടത്തെ മൂവീസ് അലമാര, അർജന്റീന ഫാൻസ്, ഇതൊക്കെയാണ് ആളുടെ പണ്ടത്തെ മൂവീസ്. സ്ക്രീൻ റൈറ്റർ ആയിരുന്നു ആള്. ഓക്കെ ഓക്കെ. ബട്ട് എല്ലാം ഡിഫറെന്റ് സ്റ്റോറീസ്, എല്ലാം അതെ, എല്ലാ മൂവീസും ഡിഫറെന്റ് ആണ് കേട്ടോ ആളുടെ. അതുപോലെ തന്നെ ഒരു സ്റ്റൈൽ ചെയ്ത മൂവി പിന്നെയും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ചെയ്യണമെങ്കിൽ അതിന്റെ നെക്സ്റ്റ് പാർട്ട് വരണം. അതെ, അങ്ങനെയാണെങ്കിലേ സെയിം ഒരു ടോൺ പിടിക്കുള്ളൂ എന്നാണ് ആള് പറഞ്ഞത്. സോ അതുപോലെ തന്നെയാണ് ആള് പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൈറ്റർ ഡോക്ടർ രൺധീർ കൃഷ്ണൻ, ആള് ഒബ്വിയസ്ലി ഡോക്ടർ ആണല്ലോ. സോ മെഡിക്കലുമായി ബന്ധപ്പെട്ട ഒരു ഫീൽഡിലാണ് മൂവിയുടെ ഒരു കഥ കിടക്കുന്നത്. പിന്നെ ആള് പഠിച്ചത് നമ്മുടെ ക്രൈസ്റ്റിലാണ്, ഇരിങ്ങാലക്കുട. പിന്നെ അതുപോലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ആള് മൂവിയിൽ കൊടുക്കുന്നത്. ബട്ട് നമ്മൾ ഡോക്ടേഴ്സുമായി പറയുമ്പോൾ മെഡിക്കൽ ടേംസ് ആയിരിക്കും ഒരുപാട് നമ്മൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന, എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കിപ്പിക്കുന്ന. നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ ടേംസ് കിട്ടാൻ നമുക്ക് മനസ്സിലാവും ഇതിനെ പറ്റി സംസാരിക്കുന്നത്, ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. അതിൽ മെയിൻ നമ്മള് ശ്രദ്ധിച്ചതാണ് ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. അത് ഡോക്ടേഴ്സിനൊക്കെ തന്നെ അറിയാൻ പറ്റുള്ളൂ. ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ സിനിമ കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് ഫീൽ അടിച്ചു, ഈശ്വര ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ സാധാരണക്കാരൊക്കെ പെട്ടുപോയല്ലോ. പ്ലാൻ ബി എന്നും പറയാം, പ്ലാൻ ബിയും പ്ലാൻ സി എന്നും പറയാം. അതെ. സോ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം ഫുൾ കൺഫ്യൂഷൻസും ഫുൾ ഇങ്ങനെ നമ്മൾ അയ്യോ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും അങ്ങനെ 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 അങ്ങനെ. എനിക്ക് ഞങ്ങള് ഫസ്റ്റ് ഹാഫ് ശരിക്കും ഫസ്റ്റ് ഹാഫിൽ കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കാരണം പടം തുടങ്ങുന്നത് തന്നെ ജയറാമിന്റെ സ്റ്റോറിയാണ്. അങ്ങോരുടെ ലൈഫിലുണ്ടായ ട്രാജഡിനെ പറ്റിയാണ് സംസാരിച്ചു വരുന്നത്. നമ്മൾ വിചാരിക്കും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ മൊത്തം കഥയായിരിക്കും. പക്ഷെ ഇല്ല, ഇത്ര കഴിയുമ്പോ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കേസ് ഫയൽ ഓപ്പൺ ആവും, അതിന് പിന്നാലെ മൊത്തം പടം അങ്ങനെയാ പോകുന്നത്. ഇങ്ങനെ കഥ എവിടെ പോയി. അതെ, ലാസ്റ്റില് നമ്മള് ഏത് കൾപ്രിറ്റ്സിനൊക്കെ പിടിച്ചു, അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മള് ഒബ്വിയസ്ലി പടം തീരാറായി നമുക്ക് ഒരു ഐഡിയ അറിയാം. പക്ഷെ നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചു പോകും, പണ്ട് സ്റ്റാർട്ടിങ് പറഞ്ഞ സ്റ്റോറീസ് ഒക്കെ എവിടെ പോയി. അവിടെയാണ് റൈറ്ററിന്റെ അവിടെയാണ് ഡോക്ടർ രൺധീർ കൃഷ്ണൻ നെക്സ്റ്റ് സീരീസിലെ ഉള്ള ലീഡ് പോലെയാണ് സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും ഒബ്വിയസ്ലി സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഇതൊരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ. എനിക്ക് തോന്നിയത് സ്പെഷ്യൽ പറയുകയാണെങ്കിൽ അബ്രഹാം ഓസ്ലർ ഒരു ക്യാരക്ടറായിട്ട് വെച്ചേക്കാം, അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അത് CBI പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ വെച്ചേക്കാം. പക്ഷെ അതിനുള്ളിൽ സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഒരു മെയിൻ ക്യാരക്ടർ അതന്നെ, ആ ക്യാരക്ടർ വരുന്ന കാര്യം പടം മൊത്തോട് മാറ്റം വരുന്നുണ്ട്. തിയേറ്റർ തന്നെ ഫുൾ വൈബേ മാറി തിയേറ്ററിന്റെ. സോ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ട് വരുമ്പോ ഒബ്വിയസ്ലി ഇങ്ങനത്തെ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കുന്ന എന്റെ പ്രതീക്ഷ. അതായത് എല്ലാ സീരീസിലും എല്ലാം ഓരോ ഫേമസ് ലീഡിംഗ് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ പടം നല്ലൊരു പഞ്ച് കൊണ്ടുവരാനും തിയേറ്ററിൽ ഓടിക്കാനുള്ള പ്ലാനാണ്. നല്ലൊരു ഇതാട്ടോ. അതായത് ഓസ്ലറിന്റെ മൂവി പല കേസ് സീരീസ് പോലെ കേസുകളിലെ സ്കോപ്പ് ഉണ്ട്. അതായത് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ടിനൊക്കെ നല്ല സ്കോപ്പ് ഉള്ള ഒരു പറയണ. സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സസ്പെൻസ് ക്യാരക്ടർ ഇല്ലേ, ആ ക്യാരക്ടർ വൈബേ മാറിയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ലിറ്ററലി ഞാൻ എന്താ പറയാ, കൊറേ കാര്യങ്ങൾ പറയണ്ട, അതിന്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ നമ്മളിങ്ങനെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പൊ എനിക്ക് സിനിമ കാണാത്തവരോട് പറയാനുള്ളത്, അതിലത്തെ നെയിംസ് ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ നമ്മള് ജസ്റ്റ് കഥ കാണുന്ന പോലെ ഇതായിരിക്കും അങ്ങനെ വിചാരിക്കാണ്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്യാരക്ടേഴ്സ് പേര് വരുന്നുണ്ട്, പക്ഷെ ആ സമയത്ത് ഫേസ് കാണിക്കില്ല. ഡോക്ടർ ഫുൾ മെഡിക്കൽ ഫീൽഡ് ഡോക്ടർമാര്. സോ സെക്കൻഡ് ഹാഫ് നമ്മൾ അയ്യോ ആൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇയാൾ തന്നെയാണോ ആ പേര്, ഇയാൾ അല്ലെങ്കിൽ ഇയാളാണോ. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ഓഡിയൻസ് വേണ്ടി കാണാൻ പോണ ആൾക്കാർക്ക് ജസ്റ്റ് നിങ്ങൾ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഇന്ന ഫേസ് ഇന്ന ക്യാരക്ടറിന്റെ പേരാന്ന് ആയിരിക്കും എന്നുള്ളത്. ആ കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആൾക്കാർക്ക്. പിന്നെ അതുപോലെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഫുൾ സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമ്മള് പ്രസന്റ് നടന്ന കാര്യങ്ങളിൽ നേരെ പാസ്റ്റിലേക്ക് പോവാണ്.
അതിൽ കൊണ്ടുവന്ന ക്യാരക്ടേഴ്സ് ഒക്കെ പിള്ളേർ സെറ്റ് ഒക്കെ നല്ല ആക്ടിങ്. ഞാൻ വേറെ മോസ്റ്റ്ലി ഷോർട്ട് ഫിലിം ആയിരിക്കും സിനിമയിൽ കയറുന്നത്, പക്ഷെ ഇവരാരും കണ്ടിട്ടില്ല. ഞാൻ നല്ല അടിപൊളി നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ല ആക്ടിങ് അവരെല്ലാവരും. നല്ല രസമായിരുന്നു. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലിലെ സീൻസ് എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ സീൻസും പിന്നെ അവര് ഡോക്ടറായിട്ട് അഭിനയിക്കേണ്ട അങ്ങനത്തെ അതിന്റെ ഒരു പ്രസന്റേഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് റൈറ്റർ ആ ഒരു മൂഡിൽ തന്നെ വേണമെങ്കിൽ സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടും കൂടി ആയിരിക്കാം എന്ന് തോന്നുന്നു. ആ പോർഷൻസ് ഒക്കെ നല്ല. സെക്കൻഡ് ഹാഫ് എനിക്ക് സ്ക്രിപ്റ്റ് പറയുന്ന ഡയലോഗ്സ് പറയുന്ന നല്ല ഡയലോഗ്സ് ഒക്കെ കൊടുത്തേക്കുന്നത്. നമുക്കൊരു ഡയലോഗ് മോശം വരുന്ന ഡയലോഗ്സ് ഒന്നും പറയാനൊന്നുമില്ല. അതെ അതെ. ഇനി സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്കറിയാം ഇത് ഓബിയസ്ലി ഒരു വില്ലനെ കണ്ടുപിടിക്കണം. വില്ലനെടുത്ത് നമുക്ക് ഒരു ആരാധന തോന്നി. വില്ലന്റെ കാര്യം പറയുമ്പോൾ ഇതിൽ ലിറ്റിൽ വരെ 2 വില്ലന്മാര് വരുന്നുണ്ട്, ജസ്റ്റ് ഒരു ഹെഡ്സപ്പ് തരുന്ന. പക്ഷെ നമ്മൾ സിനിമ കണ്ടുവരുമ്പോ ഒരു വില്ലനെ ഓൾറെഡി പിടിച്ചു. അപ്പൊ നമ്മൾ നോക്കി ഇനി കഥ എങ്ങോട്ട് പോകാനാ, പക്ഷെ അതൊക്കെ മാറ്റി മറിച്ചിട്ടാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ആ ട്വിസ്റ്റ്, അതായത് ലിറ്ററലി സെക്കൻഡ് വില്ലൻ അല്ല, അതാണ് മെയിൻ വില്ലൻ. അപ്പൊ ആ വില്ലൻ ഒരു പടത്തിന്റെ വൈവേ മാറി. പിന്നെ ആ വില്ലനടുത്ത് നമുക്കൊരു ആരാധന തോന്നി പോകും. അത് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് നല്ലൊരു ക്യാരക്ടറാണ്. ഐ മീൻ ലിറ്ററലി വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവരുടെ പെർസ്പെക്റ്റീവിൽ വില്ലനാണ്. അത് സ്റ്റോറിയുടെ ഒരു സഹതാപതരംഗം അതുകൊണ്ടായിരിക്കാം നല്ലോണം വന്നിട്ടുണ്ട്. ഇപ്പൊ മറ്റേ എന്നിട്ട് അനശ്വര രാജനായാലും നല്ല ആക്ടിങ്, നല്ല കോമ്പാണ് വന്നേക്കുന്നത്. അതില് അവരുടെ ലവ് സീൻസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പണ്ടത്തെ സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എൻഡിങ്ങിലാണ് നമ്മൾക്ക് ഓക്കെ സ്റ്റാർട്ട് പോയിന്റ് എൻഡ് പോയിന്റ് കണക്ട് ചെയ്യുന്നു. സോ നമ്മൾക്ക് ഇനി സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് തോന്നുന്നത് ലാസ്റ്റ് ആ ഒരു മൊമെന്റിലാണ്. അതേപോലെ വില്ലനും ഓസ്ലറായിട്ട് എവിടെയോ ഒരു കണക്ഷൻ വരുന്നുണ്ട്. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തോന്നും. ലാസ്റ്റ് ഡയലോഗ് ജയറാമിന്റെ അടുത്ത് പറയുന്നുണ്ട്, അതിന് ഓസ്ലറുടെ അടുത്ത് പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ മനസ്സിലായി, ഇതെങ്ങനെയായിരിക്കും അത്. ഒബിയസ്ലി ഇപ്പൊ ആൻസർ കിട്ടിയിട്ടില്ല, സെക്കൻഡ് പാർട്ടിലായിരിക്കും ഒബിയസ്ലി വരുന്നത്. അത് ഏത് വർഷം വരുന്നതല്ലേ, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്, ആ സസ്പെൻസ് അവർ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. അത് എന്തായാലും ഒബിയസ്ലി ഡയറക്ടറിന് സ്ക്രീൻ റൈറ്ററിന് അവരും എടുക്ക് നല്ലോണം കാണിച്ചിട്ടുണ്ട് ഇതില്. സോ വേർഡിക്റ്റ് ഇത്രേ ഉള്ളൂ. പടം വേർത്താണ്, തിയേറ്റർ വാച്ച് ആണ്. ഐ മീൻ പടം ഓടും. ഒബിയസ്ലി ജയറാം ഉണ്ട്, ആ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്. പടം എന്തായാലും ഓടും. നിങ്ങൾക്ക് തിയേറ്റർ പോയി കാണാൻ പറ്റിയെങ്കിൽ കാണാം. വേർത്താണ്. പൈസ പോയിന്നും പറയാൻ പറ്റില്ല. പടം പോയി കണ്ടോ അയ്യോ പൈസ വേസ്റ്റ് ചെയ്യലോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒരിക്കലും വരില്ല. വേർത്താണ്. തിയേറ്റർ പോയി കാണാൻ പറ്റിയെങ്കിൽ കാണാം. OTT കണ്ടാലും കുഴപ്പമൊന്നുമില്ല. വേർത്താണ് പടം. സോ നമ്മൾ വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട് and all the best for Midun Manal Thomas and his team for like making the second part much better.